നിന്റെ പ്രണയിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാർ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിനുള്ള ഒരു മിനി രത്ന പൊതുമേഖലാ സ്ഥാപനമായ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിലവിലുള്ള ജൂനിയർ എക്സിക്യൂട്ടീവുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2023, 24, 25 ഏതെങ്കിലും ഒരു വർഷം ഗേറ്റ് പരീക്ഷ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാസ്സായവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ആകെ 976 വേക്കൻസികളാണ് ഉള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഇന്നു മുതൽ, അതായത് ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 27 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നോട്ടിഫിക്കേഷൻ പ്രകാരം ഹെഡ് ക്വാർട്ടേഴ്സ് രാജീവ് ഗാന്ധി ഭവൻ സഫ്ദർജംഗ് എയർപോർട്ട് ന്യൂഡൽഹി അടുത്താണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മിനി രത്ന പൊതുമേഖലാ സ്ഥാപനമാണ്. പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളത്. അവരുടെ വെബ്സൈറ്റ് ആയ www.aai.aero എന്ന സൈറ്റ് വഴി വേണം നമ്മൾ അപേക്ഷിക്കാനായിട്ട്. ഈ സൈറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ്, നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ. ഈ സൈറ്റ് വഴി നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. നമുക്ക് വേക്കൻസികളുടെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ 11 ഒഴിവ്, ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ എഞ്ചിനീയറിംഗ് 199 ഒഴിവ്, ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 208 ഒഴിവ്, ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 527 ഒഴിവ്, ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി 31 ഒഴിവ്. അങ്ങനെയാകെ 976 വേക്കൻസികളാണുള്ളത്. അപ്പൊ അതാത് ബ്രാഞ്ചിൽ, അതായത് ആർക്കിടെക്ചർ, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, അതാത് വിഷയങ്ങളിൽ 2023, 24, 25 വർഷങ്ങളിൽ ഗേറ്റ് പരീക്ഷ പാസ്സായവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ പോസ്റ്റിലേക്ക് BArch ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ, അതുപോലെ ആർക്കിടെക്ചറൽ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ രജിസ്റ്റർ ചെയ്ത ആളായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് എന്ന ഗേറ്റ് വിഷയത്തില് പാസ്സായ AR എന്നുള്ള കോഡുള്ള വിഷയത്തിൽ 2023, 24, 25 വർഷങ്ങളിൽ ഗേറ്റ് പാസ്സായവരായിരിക്കണം. അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി സിവിൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരിക്കണം. സിവിൽ എഞ്ചിനീയറിംഗ് ഗേറ്റ് പാസ്സായിരിക്കണം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വേണ്ട യോഗ്യത. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷനിലോ ഇലക്ട്രിക്കലിലോ ഇലക്ട്രോണിക് സ്പെഷ്യലൈസേഷനോടെയുള്ള ബിടെക് ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അതിലേക്ക് 2023 അല്ലെങ്കിൽ 24 അല്ലെങ്കിൽ 25 വർഷത്തിൽ ഗേറ്റ് ക്വാളിഫൈ ചെയ്തവരായിരിക്കണം. ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി കോഴ്സ് BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BTech IT അല്ലെങ്കിൽ BTech ഇലക്ട്രോണിക്സ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ MCA ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം മനസ്സിലാക്കുക. 2023, 24, 25 വർഷങ്ങളിലെ കമ്പ്യൂട്ടർ സയൻസിൽ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ഗേറ്റ് പരീക്ഷ പാസ്സായവരായിരിക്കണം. ഗേറ്റിന്റെ സ്കോർ അനുസരിച്ചായിരിക്കും ഒരു പക്ഷേ സ്ക്രീൻ ചെയ്യുക എന്ന കാര്യം മനസ്സിലാക്കുക. മാർക്കിനെ കുറിച്ചുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, പാസ്സായാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ വേണ്ടി എക്സ്പീരിയൻസ് റിക്വയർമെന്റ് ഇല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായപരിധി പറഞ്ഞിട്ടുള്ള 27 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. 27/9 ക്ലോസിംഗ് ഡേറ്റ് സെപ്റ്റംബർ 27 അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുക. മാക്സിമം ഏജ് 27 വയസ്സാണ്. എന്നാൽ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഇനിയും ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ 10 വർഷം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട തീയതികൾ പറയുകയാണെങ്കിൽ ഇന്ന് മുതൽ, അതായത് 2025 ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 27, 2025 നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഒന്നുകൂടെ പറയുന്നു, www.aai.aer എന്നുള്ളതാണ്. ശമ്പളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 40,000 മുതൽ 1,40,000 എന്ന സ്കെയിലിൽ ശമ്പളം ലഭിക്കുക. ബേസിക് ശമ്പളത്തിന് 35% നമുക്ക് ഡിയർനെസ് അലവൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഏകദേശം 1,00,000 കൂടുതൽ രൂപ പ്രതിമാസ ശമ്പളമായിട്ട് സ്റ്റാർട്ടിങ് തന്നെ ലഭിക്കും. പ്രതിവർഷം പറഞ്ഞിട്ട് 13 ലക്ഷം രൂപ അപ്രോക്സിമേറ്റ് ആയിട്ട് ലഭിക്കുന്നത്. അപ്പൊ അതായത് 1,00,000 കൂടുതൽ രൂപ ശമ്പളമായിട്ട് പ്രതിമാസം ലഭിക്കും. സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഏജും ക്വാളിഫിക്കേഷൻ ഒക്കെ ക്ലോസിംഗ് ഡേറ്റ് 27/9/2025 അടിസ്ഥാനമാക്കിയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സർവീസ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ നിലവിലുള്ള റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാൻ അവകാശം ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ റെഡി ആയിരിക്കണം. അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. അവരുടെ വെബ്സൈറ്റ് ആയ www.aai.aero എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാൻ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക.
അതോടൊപ്പം നിങ്ങൾ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ ഒരു റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതുപോലെ ഒരു സിഗ്നേച്ചർ കറുത്ത മഷി കൊണ്ട് അല്ലെങ്കിൽ വെള്ള പേപ്പറിൽ സൈൻ ചെയ്തതിനു ശേഷം അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. മറ്റ് ഡോക്യുമെന്റ്സിനോടൊപ്പം അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 300 രൂപയാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും. SC/ST ഡിസബിലിറ്റി ഉള്ളവർക്കും എയർപോർട്ട് അതോറിറ്റിയിൽ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്കും അപേക്ഷാ ഫീസിൽ, ബാക്കി എല്ലാവരും 300 രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇതേക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആയ www.aai.er എന്ന സൈറ്റ് ലഭ്യമാണ്. അപ്പൊ ഈ സൈറ്റ് നോക്കി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഈ സൈറ്റ് വഴി നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാന തീയതി 2025 സെപ്റ്റംബർ 27 ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. തുടക്ക ശമ്പളം തന്നെ 1 ലക്ഷം രൂപയിൽ കൂടി ലഭിക്കുന്നതായിരിക്കും. മികച്ച ഒരു ജോലിയാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലുള്ള ജോലിയാണ്. അപ്പൊ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നിന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.